ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളും വെറൈറ്റി ആയിട്ട് എണ്ണ ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പ് പഞ്ചസാരയിൽ നിന്ന് പകുതി മാത്രം ഈ മുട്ടയിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് ഈ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കണം. ഇനി ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ബദാം മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം മിക്സ് കൂടി ചേർക്കുന്ന സമയത്ത് ഈ മുട്ടയ്ക്ക് നല്ലൊരു കളർ കിട്ടും, നല്ലൊരു മഞ്ഞ കളർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ബദാം മിക്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും നല്ല കളർ കിട്ടിക്കോളും. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ബദാം മിക്സും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ. ഇനി പാലും കൂടി ചേർത്ത് മുട്ട ഇതിലേക്ക് പാല് നന്നായി യോജിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഒരു 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളതാണിത്. ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ചെറുതായിട്ട് ഇതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. ഒരുപാട് സമയം ഇട്ടിട്ട് ചുവന്ന് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ആ പഞ്ചസാര നമ്മൾക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം പാടൊന്ന് ഇളക്കി മിക്സാക്കിയാൽ മതി കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്, ഇങ്ങനെ കളർ മാറിയാൽ മതി. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറും, അങ്ങനെ മാറിയതാണ് കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം എല്ലാം കളഞ്ഞെടുക്കാം. സൈഡ് ഭാഗം കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനിത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചെറുതാക്കി കട്ടാക്കി എടുക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ കൈകൊണ്ട് പിച്ചിക്കറി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് നല്ല ചെറുതായിട്ട് ക്യൂബാക്കി ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 ബ്രെഡ് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരല്പം ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. വളരെ കുറച്ച് മാത്രം ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മിക്സിൽ നിന്ന് പകുതി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇടണ്ട, പകുതി ഇട്ടിട്ട് ഇതുപോലെ എല്ലായിടെയും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മുട്ടയൊക്കെ ഈ ബ്രെഡിലേക്കൊന്ന് വലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മുട്ടയൊക്കെ ഈ ബ്രെഡ് വലിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ പഞ്ചസാര ചേർത്ത് വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നട്ട്സ് അല്ല ചേർക്കുന്നത്, വേറൊരു ഐറ്റമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ തേങ്ങ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇങ്ങനെ എല്ലായിടത്തും പാട് ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ കയ്യിൽ വല്ല നെൽക്കടല വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷാക്കി ഇടാം, അല്ലെങ്കിൽ കാഷ്നട്ട് ഇടാം. അങ്ങനെ എന്തെങ്കിലും നട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇടാം. ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ബാക്കി വന്ന ബ്രെഡ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലെ അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണേ. അപ്പം അടിയിൽ ഇത് മുട്ടയുടെ ഉണ്ടാവും. മുട്ട നമ്മൾ ആദ്യം ഒഴിച്ചത് കുറച്ച് അടിയിലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇതിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുമ്പോൾ എല്ലാം മേലേക്ക് വന്നിട്ട് എല്ലാം നനഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഇത് വേകുന്ന സമയത്തും അടിയിൽ മുട്ട ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വന്നോളൂ കേട്ടോ. മുട്ടയല്ലേ വേവിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഇങ്ങനെ ഹൈ ആയിട്ട് പൊന്തി ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനായിട്ട് ഒരു പാന് ഒരു 5 മിനിറ്റ് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊങ്ങി വന്നത് കാര്യമാക്കണ്ട കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്ന് താന്നു പോകും. അപ്പോൾ അതാ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ആ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചോക്കോ ചിപ്സൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം താഴത്തേക്ക് ഇറക്കി വെക്കാം, ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കാണാം ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ഇത് തണുത്ത സമയത്ത് ഒരുപാടങ്ങ് തണുത്തില്ല, ഉള്ളിൽ ചൂടുണ്ട്, പുറത്ത് തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് കണ്ടോ പുറത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ ഇത് കുറേയൊക്കെ താന്നു പോയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അടിയിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തോണ്ട് കേട്ടോ. ഇതുണ്ടോ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ആവി പാറുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, നന്നായിട്ട് ആവി പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ചൂടൊക്കെ ആറിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുത്തതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ആവി പാർന്ന നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിൽ, തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവയാണ് അല്ലേ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.